പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും മനുഷ്യരോടൊന്നായിരിക്കുന്നതിന് വേണ്ടി സ്വയം പരിശുദ്ധ കുർബാനയായി തീർന്ന ദൈവസ്നേഹത്തിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കണേ. സ്നേഹം കൊണ്ട് ഉള്ളു തുടിച്ച വിശുദ്ധമായൊരു രാത്രിയുടെ ഓർമ്മയുണ്ട്. ഒരുപാട് നിർബന്ധങ്ങൾക്ക് ശേഷം അന്ന് ആ രാത്രിയിൽ ആ കുടുംബത്തോടുകൂടെ ജപമാല പ്രാർത്ഥന ചൊല്ലാൻ കൂടിയതായിരുന്നു. അതിനുശേഷം അവരുടെ ഭക്ഷണം, അവിടുത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും, ഭാര്യയ്ക്കടക്കം കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം അപ്പം വാരിക്കൊടുത്തതിന് ശേഷം മാത്രമേ അവർ പാത്രത്തിൽ കൈയിടുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന, ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മകനടക്കം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മകളടക്കം എല്ലാവരും ഇത് സ്വീകരിക്കുന്നുണ്ട്. 4 മക്കളും. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് കർത്താവ് വലിയ സ്നേഹത്തോടുകൂടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ഇതുപോലൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ നമുക്ക്? ഇന്നൊരു രാത്രി ആയിട്ട്, ഇന്നൊരു ദിവസം പുലർന്നിട്ട് ഈ രാത്രിയാകുന്ന നിമിഷം വരെയും പരസ്പരം മിണ്ടാത്ത എത്ര പേരുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ? ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമല്ലാതെ സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ? ഈ രാത്രിയാകുന്ന നിമിഷം വരെ നമ്മളൊന്നും മിണ്ടാതെ അപരിചിതരെ കണക്ക് ഇങ്ങനെ നേരം വെളുപ്പിക്കാനായി നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന സ്വന്തം പ്രാർത്ഥനയായി കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കണമെന്നേ. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി സ്നേഹത്തിൻ്റെ ഈ ബോണ്ടുണ്ടല്ലോ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാനായി കർത്താവ് തന്നിരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പേരാണ് കുടുംബം. വേറൊരിടത്തും നമുക്കിത് പറ്റില്ല. വേറൊരാളെയും നമുക്കിതുപോലെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. വേറൊരാളെയും നമുക്ക് കെട്ടിപ്പിടിക്കാനോ ഉമ്മ കൊടുക്കാനോ പറ്റില്ല. അത് കുടുംബത്തിൽ മാത്രം സംഭവിക്കേണ്ട കാര്യമാണ്. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അവൻ്റെ തിരുക്കുരിശിൻ്റെ കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങളൊന്നാകുന്നതിന് വേണ്ടി, സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി, ഐക്യത്തോടും ഒരുമയോടും കൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, പ്രയാസങ്ങളെ അതിജീവിക്കാൻ കരം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് ഈ രാത്രിയിൽ, ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണം. വെള്ളമിളകുമ്പോൾ എന്നെ ആ ഒരു കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നൊരു കഥാപാത്രം കാണും നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ. ഒന്ന് ചുറ്റും നോക്ക്, കുടുംബത്തിലൊന്ന് നോക്ക്, ഒന്ന് പരസ്പരം ഇരുന്ന് സംസാരിച്ച് നോക്ക്. പരാതികൾ ഉയരുന്നത് കേൾക്കാൻ നമുക്ക്. എന്നെ ഇതിന് സഹായിച്ചില്ലല്ലോ, എന്നെ ഇതിനൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ലല്ലോ, എൻ്റെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. അപ്പനടക്കം കുഞ്ഞുമക്കൾ വരെയുള്ളവർ പരാതി പറയണത് കേൾക്കാം. കർത്താവെ, ഈ പണി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ എൻ്റെ സഹോദരി എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് കണ്ടില്ലേ? മർത്തായിയുടെ പരാതിയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരാതിയാണ് ഇത്. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ, അവരും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നതിന് വേണ്ടി എന്നുള്ള കർത്താവിൻ്റെ ഏറ്റവും വിശുദ്ധമായൊരു പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ പ്രാവർത്തികമാകാൻ വേണ്ടി, ആ പ്രാർത്ഥന കേട്ട് പിതാവ് സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ ആശീർവദിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയും ചൊല്ലി ഒന്ന് ഇവരെ എല്ലാവരെയും സമർപ്പിച്ച് കിടന്നുറങ്ങി നാളെ കണ്ണു തുറക്കുമ്പോൾ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ ഓരോരുത്തരും പരസ്പരം സംസാരിക്കുന്നതും ഒന്ന് ചേർത്ത് പിടിക്കുന്നതും വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്നതും ഒന്ന് സ്വപ്നം കണ്ടു നോക്കി, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പോലും നമ്മുടെ വീടിൻ്റെ ആംബിയൻസ് മാറണത് കാണാൻ പറ്റുന്നില്ലേ? പിതാവേ, ഇവരൊന്നായിരിക്കുന്നത് പോലെ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ ഈ സ്നേഹം കണ്ടിട്ടാണ് ഇവർ ആ നസ്രായൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നതെന്നറിയണം.
അവർക്ക് ഒന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, ദാരിദ്ര്യമുണ്ടായിരുന്നില്ല, അധിക സമ്പത്തുണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് പങ്കുവെച്ചിരുന്ന മനുഷ്യരായിരുന്നു അവര്. അത് കണ്ടിട്ടാണ് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം മുഴുവൻ അറിയും. ഇത് കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് സംഭവിക്കട്ടെ. ഈ ലോകം മുഴുവൻ നമ്മളെ നോക്കി എന്തൊരു സ്നേഹമാണ് ഇവർക്ക്, എന്തൊരു ഒരുമയാണ് ഇവർക്ക്, എന്തൊരു കൂട്ടായ്മയാണ്, എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ അത്ഭുതപ്പെടുന്ന വിധത്തില് സ്നേഹം ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ അവന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് സ്നേഹം പഠിപ്പിച്ച, ജീവൻ തന്ന സ്നേഹം പഠിപ്പിച്ച ദൈവത്തിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് ആ വിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കാൻ അവിടുത്തെ സ്നേഹം അയക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവന്റെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ചെന്നൊന്ന് നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാവട്ടെ ഈ രാത്രി അവസാനിക്കുക. ഇങ്ങനെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും അവസാനം വരെയും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മളിൽ നിറവേറട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.